ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു നല്ല അടിപൊളി 4 മണി സ്നാക്കാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു തേങ്ങയൊക്കെ ചേർത്ത് ഒരു മധുരമുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇതിലേക്ക് ആവശ്യമായി ഉള്ള സാധനങ്ങൾ ഒരു ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 2 പിഞ്ച് ഉപ്പ്, ഒരു 8-9 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായത് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര, ഒരു 3 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് 3 വലിയ പഴമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. നല്ലതായിട്ട് പഴുത്ത പഴമാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ പഴം ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പഴത്തിൽ 5 എണ്ണം എടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യമായത് ഇച്ചിരി വെള്ളം കൂടിയാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ പഞ്ചസാരയും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കായും കൂടി പൊടിച്ചെടുക്കാൻ പോവാണ്. ഇതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരട്ടെ. ഇതാ ഞാനിവിടെ പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്ന 3 പഴവും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. ആ പഴം ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സോഡാപ്പൊടിയും ഉപ്പും ഇത്രയും സാധനം ഇട്ടിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന തേങ്ങായും ഇട്ട് കൊടുക്കാം. ഈ സമയത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുത്തു. പിന്നീട് അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മൈദയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഫോർക്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ടുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് വെള്ളം കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബോണ്ടായ്ക്കൊക്കെ എടുക്കുന്ന മാതിരി അതേ ടൈപ്പിൽ നമുക്ക് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ബനാന ബോളിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും ഇത് അടച്ച് ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് ബോണ്ട പിന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഈ ബോളുകളെല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മാവിനെയും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മൾ ബോണ്ടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഓരോ ബോളുകളും ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലോ മീഡിയം ഫ്ലെയിം വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയെല്ലാം കരിഞ്ഞു പോകും, അകം വേഗത്തുമില്ല. അതുകൊണ്ട് ആണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഒരു 5-6 ബോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് റെഡിയായി വരട്ടെ. ഞാനിവിടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബോണ്ട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബോണ്ട 2 സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയിരിക്കുന്ന മാവുകളെല്ലാം ഇങ്ങനെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ അകമൊക്കെ വെന്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.